അപ്പോഴേ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടോ? അതായത് ഗവൺമെന്റ് ജോലിക്കാർക്കും ബിസിനസ്സുകാർക്കും മാത്രമല്ല നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും അതുപോലെ തന്നെ NRIസിനും ലോൺ കിട്ടും. ഈ കാണുന്ന രീതിയിൽ സ്ഥലം വാങ്ങിക്കാനോ, ഇനി നമ്മുടെ സ്ഥലത്തിൽ ഇതുപോലെ നമുക്കൊരു വീട് കെട്ടാനോ, ഇനി അല്ലെങ്കിൽ കെട്ടിയ വീടിൻ്റെ ബാക്കിലോട്ടോ മുകളിലോട്ടൊക്കെ എക്സ്റ്റൻഷൻ ചെയ്യാനായിട്ടോ, ഇനി അതല്ലെങ്കിൽ ഇതുപോലെ വീടും സ്ഥലവും കൂടെ ആയിട്ട് മേടിക്കാനായിട്ടാണെങ്കിലും, ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു കല്യാണമോ മറ്റോ ഫംഗ്ഷനോ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വേണ്ടി നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് ലോൺ വേണമെന്നുണ്ടെങ്കിലും, ഇനി അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ ചില ബാങ്കുകൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടുണ്ട് അതിനെ ടേക്ക് ഓവർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും, അങ്ങനെ എല്ലാ പരിപാടികളും നമുക്ക് നടത്താൻ പറ്റും. ഇനി ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗവൺമെന്റ് ജോലിക്കാരനും അതുപോലെ തന്നെ നമ്മുടെ ഒരു ബിസിനസ്സുകാരനാണെങ്കിലും ഇനി നമ്മളെപ്പോലെ സാധാരണക്കാരനാണെങ്കിലും ഒരു പെയിൻറ്റിംഗ് വർക്കോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ആളോ, ഇനി അതിൽ വർക്ക്ഷോപ്പ് വർക്ക് ചെയ്യുന്ന ആളോ, ഇനി അല്ലെങ്കിൽ ഒരു ടാക്സി ഡ്രൈവർ, ഓട്ടോ ഡ്രൈവർ, അങ്ങനെ ആർക്ക് വേണമെങ്കിലും നമുക്കിത് ലോൺ ചെയ്തു തരാൻ പറ്റും കേട്ടോ. നമ്മുടെ പാലക്കാടുള്ള റെപ്കോ ഹോം ഫിനാൻസിലാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ലോൺ മേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാലക്കാട് ചന്ദ്രനഗറിലുള്ള ICICIയുടെ നേരെ മുകളിലാണ് നമ്മുടെ റെപ്കോ ഹോം ഫിനാൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഏതെങ്കിലും ആവശ്യങ്ങളായിട്ട് ലോൺ വേണമെന്നുണ്ടെങ്കിൽ കണ്ട ആപ്പിലൊന്നും പോയിട്ട് വല്ല ചാടാതെ ഇങ്ങനെയുള്ള ബാങ്ക് ത്രൂ ആയിട്ടുള്ള ഇടപാടുകൾ നടത്തുക. അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുക. ഉപകാരം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ലോൺസും കാര്യങ്ങളും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പറ്റും. ഇനി നേരിട്ട് പോയി കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രനഗർ നമ്മുടെ നേരെ ICICI ബാങ്കില്ലേ അതിൻ്റെ നേരെ മേലെ തന്നെയാണ് സ്ഥാപനം വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ നമ്പറുണ്ട്, ഒന്ന് വിളിച്ച് ചോദിക്കും.